ആലുവ മാർക്കറ്റ് പരിസരത്തെ അനധികൃത കച്ചവടങ്ങൾ നഗരസഭ അധികൃതരുടെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ചു. ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരുന്ന അനധികൃത കച്ചവട സ്ഥാപനങ്ങൾ പോലീസിന്റെ സഹായത്തോടെയാണ് ഒഴിപ്പിച്ചത്. കയ്യേറ്റം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആലുവ നഗരസഭ അധികൃതർ. ആലുവ മാർക്കറ്റ് പരിസരത്തെ അനധികൃത കച്ചവട സ്ഥാപനങ്ങൾ നഗരസഭയും പോലീസും ചേർന്ന് ഒഴിപ്പിച്ചു. നഗരസഭയിലെ വനിതാ ജീവനക്കാർ നേരത്തെ കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അനധികൃത കച്ചവടക്കാർ കയ്യേറ്റം ചെയ്തിരുന്നു. ചില നഗരസഭാംഗങ്ങളുടെ ഒത്താശയോടെ ദേശീയപാതയോരം കയ്യേറി അനധികൃത കച്ചവടം നടത്തുന്നതായി ഗുരുതരമായ ആക്ഷേപമുയർന്നിരുന്നു. മുനിസിപ്പാലിറ്റി കാർഡിന്റെ പിൻബലത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ അനധികൃതമായി ആലുവയുടെ വിവിധ ഭാഗങ്ങളിലും മാർക്കറ്റുകളുടെ സമീപത്തും കച്ചവടങ്ങൾ നടത്തുന്നതായും പറയപ്പെടുന്നു. കടയുടമയ്ക്ക് മാത്രം കച്ചവടം ചെയ്യാവുന്ന കാർഡ് ഉപയോഗിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ലോട്ടറി കച്ചവടം വരെ നടത്തുന്നുണ്ട്. അനധികൃത കച്ചവടം ഗതാഗത തടസ്സത്തിനും ഇടയാക്കിയിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നിലവിലുള്ള ചില അംഗീകൃത കച്ചവടക്കാരും പാതയോരത്തേക്ക് കടന്നുകയറ്റം നടത്തിയിരുന്നു. ഇതും നഗരസഭയുടെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,